ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം കുറേ നാളായിട്ട് നമ്മൾ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ് ഒരു കാർ എടുക്കുക എന്നുള്ളത്. സോ ആ ഒരു ആഗ്രഹം നമ്മളിന്ന് സാധിച്ചിരിക്കുകയാണ്. ആക്ച്വലി ഇപ്പോൾ 2-3 ദിവസമായി നമുക്ക് വണ്ടി കിട്ടിയിട്ട്. പിന്നെ തിരക്ക് കാരണമാണ് ഞാൻ ഇത്രയും ലേറ്റായിട്ട് വീഡിയോ എടുക്കുന്നത്. ഹ്യുണ്ടായുടെ വെന്യൂ ആണ് നമ്മൾ എടുത്തേക്കുന്നത്. നമുക്ക് ജസ്റ്റ് വണ്ടിയുടെ വിശേഷങ്ങളും പിന്നെ ഞാൻ ഈ വണ്ടി എടുക്കാനുള്ള എങ്ങനെ ഈ വണ്ടിയിലേക്ക് എത്തി ആ ഒരു ചെറിയൊരു സ്റ്റോറിയൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. സോ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വൈകാണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സത്യം പറഞ്ഞാൽ തികച്ച അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാൻ ഒരു കാറ് വാങ്ങിയത്. കുറേ നാളായിട്ടൊരു ആഗ്രഹമായിരുന്നു കാറ് വാങ്ങണം എന്നുള്ളത്. പക്ഷേ ഇത്ര പെട്ടെന്നൊരു വണ്ടി എടുക്കും എന്നുള്ളതൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആദ്യം ഞാൻ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് നോക്കിയിരുന്നത്. പിന്നെ അവിടെ നിന്ന് പുതിയൊരു വണ്ടിയിലേക്ക് എത്തി. ഞാൻ ആദ്യം Cars24 എന്ന് പറഞ്ഞിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയിട്ടാണ് വണ്ടി നോക്കി തുടങ്ങിയത്. സോ അതിൽ ഒരുപാട് വണ്ടികൾ അവൈലബിൾ ആയിരുന്നു. സോ നമുക്ക് ആ ആപ്പ് വഴി തന്നെ ടെസ്റ്റ് ഡ്രൈവ് ബുക്ക് ചെയ്തിട്ട് അവരുടെ ആടിൽ പോയി നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യായിരുന്നു. സോ അങ്ങനെയാണ് ഞാൻ വണ്ടി നോക്കി തുടങ്ങിയത്. ഞാൻ ആദ്യം നോക്കിയത് അതായത് കോമ്പാക്ട് XUV മോഡൽ വണ്ടി തന്നെയാണ് ഞാൻ നോക്കിയത്. അതായത് ആ ഒരു സെഗ്മെൻറ്റിലുള്ള വണ്ടികൾ തന്നെയാണ് നോക്കിയത്. ഞാൻ ആദ്യം നോക്കിയത് ഫോർഡ് എക്കോസ്പോർട്ടും പിന്നെ മഹീന്ദ്രയുടെ XUV 300 ഹ്യുണ്ടായുടെ വെന്യൂവും പിന്നെ കിയയുടെ സോണറ്റും. ഇത്രയും വണ്ടികളാണ് ഞാൻ ആദ്യം സെക്കൻഡ് ഹാൻഡ് എന്നുള്ള രീതിയിൽ നോക്കിയിരുന്നത്. പിന്നെ ഈ 4 വണ്ടികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കോമ്പാക്ട് XUV സെഗ്മെൻറ്റിൽ ഈ 4 വണ്ടികൾ ഒന്നിനൊന്ന് മികച്ചതായിട്ട് നിൽക്കുന്നതാണ്. സോ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെയും തീരുമാനിച്ചത് വെന്യൂ തന്നെയായിരുന്നു. പക്ഷേ പല കാരണങ്ങളല്ല, അതായത് ഫിനാൻസിൻ്റെ ചില ഇഷ്യൂസ് കാരണം നമുക്കത് വേണ്ടാന്നൊക്കെ വന്നു. അങ്ങനെയാണ് നമ്മൾ പുതിയതിലേക്ക് നോക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. പുതിയതിലേക്ക് നോക്കിയപ്പോൾ നമ്മുടെ ലിസ്റ്റിലുണ്ടായിരുന്ന എക്കോസ്പോർട്ട് നേരെ ഔട്ടായി. കാരണം എക്കോസ്പോർട്ട് നിലവിൽ ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. സോ അതുകൊണ്ട് നമ്മൾ എക്കോസ്പോർട്ട് ഒഴിവാക്കി. പിന്നെ ഉണ്ടായിരുന്നത് മഹീന്ദ്രയുടെ 3XO, ഹ്യുണ്ടായുടെ വെന്യൂ, കിയ സോണറ്റ്. ഈ 3 വണ്ടികളായിരുന്നു എൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നത്. പിന്നെ ഫിനാൻസിൻ്റെ ഇഷ്യൂ കാരണം തന്നെയാണ് മഹീന്ദ്രയുടെ 3XO ഞാൻ ഒഴിവാക്കിയത്. പിന്നെ ഉണ്ടായിരുന്നതും കിയയുടെ സോണറ്റും ഹ്യുണ്ടായി വെന്യൂ ആണ്. പിന്നെ ഫൈനൽ 2-ൽ വന്ന ഈ 2 വണ്ടികളും ഒരേ പ്ലാറ്റ്ഫോമിൽ വരുന്ന സെയിം സെഗ്മെൻറ്റിൽ വരുന്ന സെയിം വണ്ടികൾ തന്നെയാണ്. പിന്നെ എനിക്ക് കുറച്ചും കൂടി ലുക്ക് വൈസ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്, അതായത് എൻ്റെ പേഴ്സണലി എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഹ്യുണ്ടായുടെ വെന്യൂ ആയിരുന്നു. സോ അതുകൊണ്ട് ഞാൻ നേരെ ഹ്യുണ്ടായുടെ ഷോറൂമിൽ പോയി വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വണ്ടിയിലേക്ക് എത്തിയത്. പിന്നെ വെന്യൂവിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഹ്യുണ്ടായുടെ ഒരു ബാക്ക് ബോൺ തന്നെ പറയാം. അതായത് ഹ്യുണ്ടായുടെ വണ്ടികളിൽ ഏറ്റവും കൂടുതൽ സെയിലാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് കാർ വെന്യൂ ആണ്. 2019 ഹ്യുണ്ടായി വെന്യൂ ആദ്യമായിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യണത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഏകദേശം 4-5 ലക്ഷത്തിനടുത്ത് യൂണിറ്റ്സ് ഇന്ത്യയിൽ വിറ്റുപോയിട്ടുണ്ട്. പ്രതിമാസം ഒരു 10,000-നടുത്ത് യൂണിറ്റ്സ് ഇപ്പോഴും വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട് വെന്യൂ. സോ അത്രയും സക്സസ്ഫുൾ ആയിട്ടൊരു മോഡലാണ് വെന്യൂ. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും ഒന്നും മാറ്റി ചിന്തിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും വന്നില്ല വെന്യൂവിൻ്റെ കാര്യത്തിൽ. പിന്നെ ലുക്സിൻ്റെ കാര്യത്തിലാണെങ്കിലും പവറിൻ്റെ കാര്യത്തിലാണെങ്കിലും പെർഫോമൻസും ഫീച്ചേഴ്സും എല്ലാം കൊണ്ടും ഈ വണ്ടി വൺ ഓഫ് ദ ബെസ്റ്റ് തന്നെയാണ്. സോ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ വെന്യൂവിലേക്ക് എത്താനുള്ളൊരു കാരണവും. ഇനി നമുക്ക് ജസ്റ്റ് ഈ വണ്ടിയെ പറ്റി സംസാരിക്കാം. ഇത് വെന്യൂവിൻ്റെ XX ഓപ്ഷനിൽ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പ് വേരിയൻ്റ് ആണ്. 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഫണ്ണായിട്ടുള്ളൊരു എഞ്ചിൻ തന്നെയാണ് ഈ വണ്ടിക്ക് ഹ്യുണ്ടായി കൊടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ Cars24 നോക്കിയ വെന്യൂ 2019 മോഡലായിരുന്നു. അതായത് പഴയ മോഡൽ, ഫസ്റ്റ് ജനറേഷൻ വെന്യൂ ആയിരുന്നു. ഇത് സെക്കൻഡ് ജനറേഷൻ വെന്യൂ ആണ്. അതിൽ നിന്നും ഒരുപാട് അതായത് പഴയതിൽ നിന്നും പുതിയതിലേക്ക് വന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഫ്രണ്ട് സൈഡിൽ തന്നെ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് ആ ഒരു ഗ്രില്ലായിരുന്നു. നേരത്തെ ഗ്രില്ലെന്ന് പറയുന്നത് ഇവിടെ ഒരു ഇത്രയും ഭാഗത്ത് വെച്ച് കട്ട് ചെയ്തൊക്കെയായിരുന്നു. ഇവിടെ ഒരു ബോഡി കളർ സ്പേസ് തന്നെ ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു ഇൻഡിക്കേറ്റർ സെക്ഷനും ഈ ഒരു ഗ്രില്ലിൻ്റെ സെക്ഷനും തമ്മിൽ കണക്റ്റഡ് ആയിരുന്നില്ല. ഇപ്പോൾ അത് 2 തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഒഴിവാക്കി ഗ്രില്ല് ഭയങ്കരമായിട്ട് വലുതാക്കിയിട്ടുണ്ട്. സോ അതൊരു വണ്ടിക്ക് കുറച്ചും കൂടി ഒരു അല്ലെങ്കിൽ വീതി അല്ലെങ്കിൽ കുറച്ചും കൂടി വലിപ്പം ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു പുതിയ ഗ്രില്ല് വന്നപ്പോൾ. മുന്നിൽ ഏറ്റവും വലിയ ചേഞ്ച് എന്ന് പറയുന്നത് അത് തന്നെയാണ്. പിന്നെ മുന്നിൽ മിസ്സിങ് ആയിട്ടുള്ളത് ഫോഗ് ലാമ്പാണ്. ഫോഗ് ലാമ്പ് നേരത്തെ വെന്യൂലുണ്ടായിരുന്നു. ഇപ്പോഴത്തെ വെന്യൂലേക്ക് വന്നപ്പോൾ ഫോഗ് ലാമ്പ് അവർ ഒഴിവാക്കിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയില്ല. അതിനെന്തെങ്കിലും ഒരു കാരണം ഹ്യുണ്ടായിക്കുണ്ടാവും. അതെന്തായാലും അതൊരു മിസ്സിങ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ മുന്നിൽ ഇൻഡിക്കേറ്ററിൻ്റെ സെക്ഷൻ നോക്കാനാണെങ്കിൽ ഒരു 3 ബോക്സ് ആയിട്ടാണ് കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഡെമ്മിയാണ്. പിന്നെ ഇത് രണ്ടും ഒറ്റ സെക്ഷൻ തന്നെയാണ്. ജസ്റ്റ് ഇവിടെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം. ഇതിവിടെ അതായത് ഈ ഒരു ബോക്സി ഡിസൈൻ ഇവിടെ മുന്നിൽ നിന്ന് തുടങ്ങി ഈ ഒരു ഗ്രില്ലിൽ തന്നെ അത് കണ്ടിന്യൂ ചെയ്തിട്ട് ഈ അറ്റം വരെ വരുന്നുണ്ട്. സോ അതൊരു അങ്ങനത്തെ ഒരു ഡിസൈനിൽ ആ ഒരു പാറ്റേണിലാണ് അത് കംപ്ലീറ്റ്ലി കൊടുത്തേക്കുന്നത്. ഈ അറ്റം മുതൽ അറ്റം വരെ അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇൻഡിക്കേറ്റർ ഹാലോജനാണ്. പിന്നെ ഹെഡ്ലൈൻ്റെ സെക്ഷൻ നോക്കാനാണെങ്കിൽ നേരത്തെ വെന്യൂവിൽ പോലെ തന്നെ
കുറച്ച് താഴെയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ബോക്സി ഡിസൈൻ പോലെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ബ്രൈറ്റായിട്ടുള്ള ഹെഡ് ലൈറ്റ് തന്നെയാണ്, പറയാണ്ടിരിക്കാൻ വയ്യ. പിന്നെ ഇവിടെ ഒരു എക്സ്ട്രാ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് കോർണറിൽ ലാമ്പാണ്, അതായത് നമ്മൾ വണ്ടി തിരിയണതിനനുസരിച്ച് കത്തുന്ന ഒരു കോർണറിൽ ലാമ്പാണ്. ഇത് ഹാലജനാണ്, ഇത് LED പ്രൊജക്ടർ ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞാൽ ആ ഒരു കോർണർ ലാമ്പാണെങ്കിലും അത് ഹാലജൻ ആണെങ്കിലും നല്ല ബ്രൈറ്റാണത്. അതായത് നമ്മൾ സ്റ്റീറിങ് തിരിക്കുന്ന സമയത്ത് അത് കത്തുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. നല്ല ബ്രൈറ്റായിട്ടുള്ള ഒരു ലൈറ്റ് തന്നെയാണ് അവിടെയും കൊടുത്തിട്ടുള്ളത്. അതൊട്ടും എന്താ പറയുക, ബ്രൈറ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ മോശമായിട്ടുള്ള ലൈറ്റൊന്നുമല്ല, നല്ല ക്വാളിറ്റിയുള്ള ബ്രൈറ്റായിട്ടുള്ള ലൈറ്റ് തന്നെയാണ് അവിടെയും കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിന് താഴേക്ക് വരുമ്പോൾ ഒരു വലിയൊരു ബ്ലാക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെയും ഒരു അലുമിനിയം സ്കിപ്പ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പഴയതിൽ നിന്നും പുതിയതിലേക്ക് വന്നപ്പോൾ ചേഞ്ചസ് എല്ലാം വളരെ പോസിറ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇത്രയും ഇഷ്ടപ്പെടുന്ന, അതായത് ഇത്ര ആളുകളിലേക്ക് എത്തിപ്പെട്ടൊരു വണ്ടിയിൽ കുറേ ചേഞ്ചസ് വരുത്തുമ്പോൾ അതൊട്ടും നെഗറ്റീവ് അല്ലാത്ത രീതിയിൽ തന്നെ അവരത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ആ ഗ്രില്ലിൽ തന്നെ ഹ്യുണ്ടായുടെ ഒരു വലിയ ലോഗോയും കാണാം. പിന്നെ ബോണറ്റിൻ്റെ സൈഡിലേക്ക് നോക്കാനാണെന്നുണ്ടെങ്കിൽ വലിയൊരു ബോണറ്റ് ഏരിയ കാണാം. അതിൽ ചെറിയൊരു ബൾജിങ് കൊടുത്തിട്ട് നല്ല രസമാക്കിയിട്ടുണ്ട് ആ ബോണറ്റെല്ലാം. സത്യം പറഞ്ഞാൽ കുറച്ചും കൂടി വണ്ടിക്ക് വലിപ്പം തോന്നിക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം നല്ലൊരു എന്താ പറയുക, നല്ലൊരു യൂസ്ഫുൾ ആയിട്ടൊരു കാര്യമാണ്. നിങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം നോട്ടീസ് ചെയ്യുന്നത് ഈ ഒരു അലോയ് വീൽ തന്നെയാണ്. ഒരു പുതിയ രീതിയിലുള്ള പുതിയ ഡിസൈനിൽ വന്നിട്ടുള്ള ഒരു അലോയ് വീലാണത്. ഒരു ബ്ലാക്ക് അലൂമിനിയം ഫിനിഷിലാണ് അലോയ് വീൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ 16 ഇഞ്ചിൻ്റെ വലിയ ടയേഴ്സ് തന്നെ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസും വണ്ടിക്ക് വന്നിട്ടുണ്ട്. പിന്നെ ചെറിയ രീതിയിലുള്ള ഹമ്പി ആടുമ്പോഴോ അല്ലെങ്കിൽ കുഴി ആടുമ്പോഴോ അടി തട്ടുന്ന ഒരു ഫീലൊന്നും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ടയറിന് മുകളിലായിട്ടാണെങ്കിൽ ഒരു ബ്ലാക്ക് ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. അതും മുന്നിൽ നിന്നും പിന്നിൽ വരെ അത് നീണ്ടു നിൽക്കുന്നുണ്ട്. ആക്ച്വലി അത് നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ മിററിലേക്ക് നോക്കാനാണെങ്കിൽ ഒരു ഡബിൾ ടോൺ മിററാണ് കൊടുത്തിട്ടുള്ളത്. മുകളിലൊരു ബോഡി കളറും ബാക്കിലൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൽ തന്നെ ഒരു ഇൻഡിക്കേറ്ററും അവർ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഫോർ ഹാൻഡിലൊക്കെ അലൂമിനിയം ഫിനിഷിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ലിക്വിഡ് സെൻസർ വന്നിട്ടുണ്ട്. അത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സോ ഇതിൽ കീലെസ് എൻട്രി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ലിക്വിഡ് സെൻസർ ഇവിടെ കാണാം. പിന്നെ ഇതിൻ്റെ A പില്ലറും B പില്ലറും എല്ലാം ബ്ലാക്ക് കളറിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു അലുമിനിയം റൂഫ് റെയിലും കാണാം. അതും നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. പിന്നെ വശങ്ങളിൽ നോക്കുമ്പോൾ പഴയ വെന്യുമായിട്ട് അത്ര വലിയ ചേഞ്ചസ് ഒന്നും പറയാനില്ല. പിന്നിലേക്ക് വരുമ്പോൾ മുന്നിലത്തെ പോലെ തന്നെ ഒരുപാട് ചേഞ്ചസ് പിന്നിലും വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടെയിൽ ലാമ്പിൽ വന്നേക്കുന്ന ചേഞ്ചാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്ക്വയർ ടൈപ്പ്, അതായത് ഈ ഒരു ഏരിയയിൽ മാത്രമായിട്ട് നിന്നിരുന്ന ഒരു ടെയിൽ ലാമ്പായിരുന്നെങ്കിൽ ഇപ്പോൾ അത് കണക്റ്റഡ് ടെയിൽ ലാമ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ അറ്റം മുതൽ ഈ അറ്റം വരെയുള്ള ഒരു ടെയിൽ ലാമ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഈ ഒരു റെഡ് ലൈറ്റ് വർക്കിംഗ് ആണ്. അതെനിക്കൊന്ന് ബേസ് മോഡലിൽ റെഡ് ലൈറ്റ് കത്തുമെന്ന് എനിക്കറിയില്ല. ടോപ്പ് വേരിയൻറ്റിൽ എന്തായാലും അത് വർക്കിംഗ് ആയിട്ടുള്ളൊരു ടെയിൽ ലൈറ്റ് തന്നെയാണ്. ഇനി ഇപ്പോഴത്തെ വണ്ടികളിലെല്ലാം നമ്മൾ ഇങ്ങനത്തെ ഒരു ടെയിൽ ലൈറ്റ് കാണുന്നുണ്ട്. അതായത് ഫ്രോൺസിലും പിന്നെ മറ്റ് കിയയുടെ സോണറ്റിൽ അങ്ങനെയുള്ള പല കാറുകളിലും ഇങ്ങനത്തെ ഒരു ടെയിൽ ലൈറ്റാണ് ഇപ്പോൾ വരുന്നത്. പിന്നെ ബാക്ക് സൈഡിലാണെന്നുണ്ടെങ്കിൽ ഹുണ്ടായുടെ ഒരു ലോഗോ കാണാം. പിന്നെ വെന്യൂ എന്നുള്ള ബാഡ്ജിങ് കാണാം. പിന്നെ ഇത് XX ആണെന്നുള്ളതിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇത് ടർബോ എഞ്ചിൻ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. പിന്നെ മുന്നിലത്തെ പോലെ തന്നെ പിന്നിലും ആ ഒരു വലിയ ബ്ലാക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതിൽ ചെറിയ റെഡ് റിഫ്ലക്ടർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ അലുമിനിയം സ്കിപ്പ് ലൈറ്റ് പിന്നിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി മാനുവലി ഓപ്പൺ തന്നെ ചെയ്യുന്ന ബൂട്ടാണ്, അല്ലാണ്ട് ഇലക്ട്രിക്കലി അങ്ങനത്തെ ബൂട്ടല്ല. പിന്നെ 350 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വന്നിട്ടുള്ളത്. അതായത് ഈ ഒരു സെഗ്മെൻറ്റിലെ അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് എന്ന് തന്നെ പറയാം. അത്യാവശ്യം 2-3 ബാഗുകളൊക്കെ വെക്കാനുള്ളൊരു സ്പേസ് തന്നെ ഉണ്ട്. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ലൈറ്റ് വന്നിട്ടുണ്ട്. അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ബൂട്ട് സ്പേസ് എന്ന് തന്നെ പറയാം. പിന്നെ പിന്നിൽ മറ്റു കാര്യങ്ങളെന്ന് പറയാനായിട്ട് ഒരു റിവേഴ്സ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വൈപ്പർ വന്നിട്ടുണ്ട്. പിന്നെ ഗ്ലാസ്സിൽ D4 എല്ലാം വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഷാർപ്പിൻ ആൻറ്റിന ആണ്. ഇത്തരം കാര്യങ്ങളാണ് പിന്നിൽ വന്നേക്കുന്നത്. ഇനി നമുക്ക് ഇൻറ്റീരിയർ ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം. നേരത്തെ വെന്യൂവിൽ നിന്നും ഇപ്പോഴത്തെ വെന്യൂവിലേക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇൻറ്റീരിയർ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഈ ഒരു കളർ ടോണാണ്. നേരത്തെ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആയിരുന്നൊരു കളർ ടോൺ ഇപ്പോൾ ഒരു ബീജ് ബ്ലാക്ക് കളറിലേക്ക് മാറിയിട്ടുണ്ട്. സത്യം പറഞ്ഞത് കാണാൻ നല്ല രസമുണ്ട്. അതായത് ഒരു ബ്രൈറ്റ് ഇൻറ്റീരിയറൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെടുന്ന ഒരു ഇൻറ്റീരിയറാണത്. പക്ഷേ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് കുട്ടികളൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണത്. കാരണം ഈ ഒരു കളറിൽ പെട്ടെന്ന് അഴുക്കായി കഴിഞ്ഞാൽ അത് നന്നായിട്ട് അറിയാൻ പറ്റും. സോ അതുകൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാണാൻ രസമുണ്ട്. ഡ്രൈവർ സൈഡ് ഡോർ നോക്കാനാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലാക്ക് ബീജ് കളർ ഇവിടെയും വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് സ്വിച്ചുകൾ വന്നിട്ടുണ്ട്. ഇതാ ഒരു ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിററിൻ്റെ സ്വിച്ചസാണ്. പിന്നെ ഇത് മിറർ ഫോൾഡ് ചെയ്യാനുള്ള സ്വിച്ചാണ്. പിന്നെ ഇത് ലോക്ക് അൺലോക്ക് സ്വിച്ചും പിന്നെ ഗ്ലാസിൻ്റെ കൺട്രോൾസാണ് വന്നിട്ടുള്ളത്. വേറൊന്നും പിന്നെ ഒരു സ്പീക്കറും ഒരു ബോട്ടിൽ ഹോൾഡറും വന്നിട്ടുണ്ട്. പിന്നെ ഇത് ടോപ്പ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഡ്രൈവർ സീറ്റ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് മാനുവലിയാണ്. ബാക്കി കാര്യങ്ങളെല്ലാം ഇലക്ട്രിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ജസ്റ്റ് വണ്ടിയിലൊന്ന് കയറിയിട്ട് നോക്കാം.
പിന്നെ ഇതിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് വന്നേക്കുന്നത്. ഞാൻ നേരത്തെ ഉള്ള കീലെസ് എൻട്രി ആണ്, പുഷ് ബട്ടൺ സ്റ്റാർട്ടും വന്നിട്ടുണ്ട് ഫുൾ ടോപ്പ് വേരിയൻ്റ് ആയതുകൊണ്ട്. വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ നമ്മൾ ആദ്യം നോട്ടീസ് ചെയ്യുക ഒരു സ്റ്റിയറിംഗ് വീലാണ്. നേരത്തെ കണ്ട ഒരു സ്റ്റിയറിംഗ് വീലല്ല പുതിയ വെന്യൂവിന്. നമ്മളിപ്പോൾ ക്രെറ്റയിലെ കാണുന്ന അതേ സ്റ്റിയറിംഗ് വീലാണ് ഇപ്പോൾ വെന്യൂവിന് കൊടുത്തിട്ടുള്ളത്. ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ്. അത്യാവശ്യം നല്ല കാണാൻ നല്ലൊരു പ്രീമിയം ഫീലുള്ളൊരു സ്റ്റിയറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ചെറിയൊരു അലുമിനിയം ഫിനിഷ് അങ്ങനെ കൊടുത്തിട്ട് നല്ലൊരു പ്രീമിയം ലുക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിൽ കുറേ കൺട്രോൾസ് ഉണ്ട്, അതായത് വോയിസ് കൺട്രോൾ, കോള്, ആ സൈഡ് എല്ലാം ഈ ഒരു സൈഡിലും. ഇപ്പുറത്തേക്ക് അഡാസ് ഫീച്ചറിൻ്റെ ഒരു സ്വിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ക്രൂയിസ് കൺട്രോൾ അങ്ങനെയുള്ള സ്വിച്ചസ് ഇപ്പുറ സൈഡിലും വന്നിട്ടുണ്ട്. ഇൻറ്റീരിയറിൽ വന്നിരിക്കുന്ന വലിയൊരു ചേഞ്ചാണ് ഈ ഒരു മീറ്റർ കൺസോൾ എന്ന് പറയുന്നത്. നേരത്തെ അത് അനലോഗ് ആയിരുന്നെങ്കിൽ ഇപ്പം കംപ്ലീറ്റ്ലി ഡിജിറ്റലായിട്ടുള്ള മീറ്ററിലേക്ക് വന്നിട്ടുണ്ട്. വളരെ മിനിമലായിട്ട് ഭയങ്കര എന്താ പറയുക ക്ലാസ് ലുക്കുള്ളൊരു മീറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ജസ്റ്റ് നമുക്ക് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ റെഡ് കളറിൽ കാണുന്ന ഒരു ഏരിയ നമുക്ക് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ലേ ഔട്ടിൽ 3 കളർ ഓപ്ഷൻസ് ഉണ്ട്. ജസ്റ്റ് ഇത് മാറ്റി കഴിയുമ്പോൾ ഇപ്പോൾ ബ്ലൂ ആയി, റെഡായി, പിന്നെ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ്. അങ്ങനെ നമുക്ക് കളേഴ്സ് ഇതിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. മറ്റിതിൽ വന്നേക്കുന്ന ഫീച്ചർ എന്ന് പറയാനായിട്ട് ഡ്രൈവ് ഇൻഫോ വന്നിട്ടുണ്ട്, പിന്നെ ഒരു കോമ്പസ് വന്നിട്ടുണ്ട്, പിന്നെ ടയർ പ്രഷർ മോണിറ്ററിങ് സിസ്റ്റം ഉണ്ട് ഇതിൽ. സോ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ കാണാം. അത് നോർമൽ ഇത്രേ ഉള്ളൂ. സോ ആക്കിയാൽ അതായത് അത്യാവശ്യം നല്ല മിനിമലായിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മീറ്ററാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ള വണ്ടി. പിന്നെ ഈ സൈഡിലേക്ക് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു 8 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വന്നിട്ടുള്ളത്. നേരത്തേക്കാനും ചെറിയ ഇൻ്റർഫേസിലേക്ക് ചെറിയ ചേഞ്ച് ഉണ്ട്. പിന്നെ എനിക്ക് ആക്ച്വലി ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കാരണം ഭയങ്കര സ്മൂത്താണ്. അതായത് ഒരു ലാഗ് കാര്യങ്ങളൊന്നുമില്ല, ഭയങ്കര സ്മൂത്തായിട്ടുള്ളൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. മാപ്പ്, നാവിഗേഷൻ, ഫോൺ പ്രൊജക്ഷൻ, വോയിസ് മെമോ, ക്ലൈമറ്റ്, അതായത് ക്ലൈമറ്റ് കൺട്രോൾഡ് AC, വാലറ്റ് മോഡ് സെറ്റിങ്സ്, പിന്നെ റേഡിയോ, മീഡിയ, ബ്ലൂ ലിങ്ക് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാം അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വന്നിട്ടുണ്ട്. പിന്നെ അതിന് താഴെയായിട്ട് മറ്റ് കൺട്രോൾസിൻ്റെ സ്വിച്ചസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ഹസാർഡ് ലാമ്പിൻ്റെ സ്വിച്ചാണ്. പിന്നെ ഇത് AC-യുടെ കൺട്രോൾസാണ്. പിന്നെ അതിൻ്റെ താഴേക്ക് വരുമ്പോൾ ഒരു USB ചാർജർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 12 വോൾട്ട് ചാർജിങ് സോക്കറ്റും, പിന്നെ ഒരു Type C ചാർജിങ് സ്ലോട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണെങ്കിൽ വയർലെസ് ചാർജറിൻ്റെ ഒരു സെക്ഷനും കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ടോപ്പ് വേരിയൻറ്റിന് മാത്രമേ ഉള്ളൂ, ബേസ് വേരിയൻറ്റിന് വയർലെസ് ചാർജിങ് വരുന്നില്ല. പിന്നെ അതിന് താഴേക്ക് വരുമ്പോൾ 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സിൻ്റെ ലിവർ വന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് ഹാൻഡ് ബ്രേക്ക്. പിന്നെ ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കീ വെക്കാനുള്ളൊരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ 2 ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. പിന്നെ ഇവിടെയും ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ട് ചെറിയൊരു സ്ക്രീൻ കാണുന്നുണ്ട് നിങ്ങൾ, അത് എയർ പ്യൂരിഫയറിൻ്റെ ആണ്. അതായത് ഹ്യുണ്ടായി ഈ വണ്ടിക്ക് ഇൻബിൽഡ് ആയിട്ടുള്ള എയർ പ്യൂരിഫയർ കൊടുത്തിട്ടുണ്ട്. സോ അതിൻ്റെ ആ ഒരു സ്ക്രീനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇപ്പുറ സൈഡ് നമ്മൾ പറഞ്ഞു, ഇപ്പുറ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ കുറച്ച് സ്വിച്ചസ് ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ സ്വിച്ചാണ്. പിന്നെ ഇവിടെ ക്യാമറ വ്യൂ, പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനും ഹെഡ്ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങനെയുള്ള സ്വിച്ചസ് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പുറ സൈഡിലൊരു മിറർ വന്നിട്ടുണ്ട്. ഇത് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ മിററാണ്. അതിലൊരു SOS-ൻ്റെയും റോഡ് സൈഡ് അസിസ്റ്റിൻ്റെയും ബ്ലൂ ലിങ്കിൻ്റെയും സ്വിച്ചസ് വന്നിട്ടുണ്ട്. പിന്നെ സീറ്റിൻ്റെ കാര്യം നോക്കാനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കംഫർട്ടായിട്ടുള്ളൊരു സീറ്റ് തന്നെയാണ്. നല്ല കുഷനിങ്ങൊക്കെ ഉള്ള നല്ല കംഫർട്ടായിട്ട് നമ്മൾ നന്നായിട്ട് ഹഗ് ചെയ്തിരിക്കുന്ന ഒരു സീറ്റ് തന്നെയാണത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ വെൻറ്റിലേറ്റഡ് സീറ്റ്സോ അല്ലെങ്കിൽ 360 ക്യാമറ അങ്ങനെയുള്ളൊരു ഇതൊന്നും ഇതിൽ വന്നിട്ടില്ല. ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉള്ളൊരു വണ്ടി തന്നെയാണത്. സോ അത്യാവശ്യം നല്ല കംഫർട്ടായിട്ടുള്ള സീറ്റ് തന്നെയാണത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഡ്രൈവർ സീറ്റ് മാത്രം ഇലക്ട്രിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ബാക്കി സീറ്റെല്ലാം മാനുവലി തന്നെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഇവിടെയും ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. നമുക്ക് മൊബൈലും ചെറിയ പേഴ്സ് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഇവിടെയും വന്നിട്ടുണ്ട്. പിന്നെ താഴേക്ക് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഗ്ലോ ബോക്സ് ആണ്, കൂളിംഗ് ഗ്ലോ ബോക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ എനിക്ക് ഈ ഒരു എന്താ പറയുക ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ ഒട്ടും മനസ്സിലാവാത്തൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിൽ മീഡിയയിൽ പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെയല്ല വരിക. ഇങ്ങനെ മീഡിയയിൽ പോയി കഴിഞ്ഞാൽ സൗണ്ട്സ് ഓഫ് നേച്ചർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഞെക്കി കഴിഞ്ഞാൽ ചെറിയൊരു ഞാൻ ജസ്റ്റ് കേൾപ്പിച്ചു തരാം നിങ്ങൾക്ക്. ചെറിയൊരു വാം ഫയർ പ്ലേസിൻ്റെ സൗണ്ടാണ് കേട്ടത്. പിന്നെ അങ്ങനെ കുറച്ച് ലിസ്റ്റ് ഉണ്ട്, അതായത് ലൈവ്ലി ഫോറസ്റ്റ്, ചെറിയൊരു തിരമാലയുടെ സൗണ്ട്, അങ്ങനെ കുറച്ച് സൗണ്ട്സ് കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം നമ്മൾ എന്തായാലും വണ്ടി ഓടിക്കുന്ന സമയത്ത് അങ്ങനത്തെ സൗണ്ടൊക്കെ യൂസ് ചെയ്യുമെന്ന് അറിയില്ല. കാരണം എല്ലാ പാട്ടുകളും അവൈലബിൾ ആയിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ അങ്ങനത്തെ ഒരു സൗണ്ടൊന്നും യൂസ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഇതിൻ്റെ ഒരു യൂസ് എനിക്ക് തോന്നിയത്, നമ്മളിപ്പോൾ ഭാര്യമാരെ പേടിയുള്ള ഭർത്താക്കന്മാർക്ക് നമ്മൾ വേറൊരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ, അതായത് ഇപ്പോൾ ഞാൻ ഇങ്ങനെ അവിടെയാണ് ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് മഴയത്ത് കേൾപ്പിക്കാൻ പറ്റിയ കുറച്ച് സൗണ്ട്സാണ്. അതായത് അങ്ങനെ യൂസ് ചെയ്യാന്നല്ലാണ്ട് മറ്റേതുകൊണ്ട് എന്തെങ്കിലും ഒരു യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. ഇനി നമുക്ക് ജസ്റ്റ് പിന്നിലേക്കൊന്ന് പോയി നോക്കാം.
അത്യാവശ്യം നല്ലൊരു ലെഗ് റൂം അല്ലെങ്കിൽ ലെഗ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. നേരത്തെ പോലെ അല്ല, സീറ്റ് കുറച്ച്, അതായത് സീറ്റ് കുറച്ച് കാർവ് ചെയ്തേക്കുന്ന രീതിയിൽ ഉള്ളിലേക്ക് കുറച്ച് ചെത്തി എടുത്തേക്കുന്ന ഇതിലാക്കിയിട്ടുണ്ട്. സോ കുറച്ചും കൂടി നമുക്കൊരു ലെഗ് സ്പേസ് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ അത്യാവശ്യം 6 feet ഉള്ള ഒരാളാണ്, എനിക്ക് തന്നെ ഇത്രയും ലെഗ് സ്പേസ് അത്യാവശ്യം കിട്ടുന്നുണ്ട്. പിന്നെ നല്ല രീതിയിലുള്ള സൈസ് സപ്പോർട്ട് നമുക്ക് സീറ്റിൻ്റെ ഭാഗത്തുനിന്നും കിട്ടുന്നുണ്ട്. പിന്നെ പിന്നിലാണെങ്കിലും 2 AC വെൻസും 2 Type-C ചാർജിങ്ങും കിട്ടുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു എയർ പ്യൂരിഫയറിൻ്റെ സ്ക്രീനാണ്. പിന്നെ ഇവിടെ ഡോർ മിററിൻ്റെ കൺട്രോൾ ഗ്ലാസിൻ്റെ കൺട്രോൾ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ സ്പീക്കറും ഒരു ബോട്ടിൽ വെക്കാൻ പറ്റിയൊരു ഹോൾഡറും വന്നിട്ടുണ്ട്. പിന്നീട് സീറ്റിലുള്ളൊരു ചേഞ്ച് എന്ന് പറയുന്നത്, നേരത്തെ ഫുൾ ഓപ്ഷൻ വെന്യൂലെല്ലാം ഒരു ഹാൻഡ് റെസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഹാൻഡ് റെസ്റ്റ് അവർ ഒഴിവാക്കിയിട്ടുണ്ട്. നേരത്തെ 2 ഹെഡ് റെസ്റ്റർ ആയിരുന്നെങ്കിൽ ഇപ്പം അത് 3 ഹെഡ് റെസ്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ സീറ്റ് ജസ്റ്റ് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഒന്ന് സ്ലാൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ഇത് കൺട്രോൾ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഉയർത്തി വെക്കാം. നമുക്ക് അങ്ങനെയല്ല, കുറച്ചും കൂടി ചാരി ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിൽ പിടിച്ചിട്ട് ലിവറിൽ പിടിച്ച് പൊക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്കൊന്ന് സ്ലാൻഡ് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ ഒരു ഫീച്ചറും ഈ സീറ്റിൽ വന്നിട്ടുണ്ട്. മുൻവശത്തായിട്ട് പറയാൻ പറ്റിയൊരു കാര്യമാണ്, 2 റീഡിംഗ് ലാമ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൺഷെയ്ഡിലാണെങ്കിൽ ഈ സൈഡിലാണെങ്കിലും മിറർ വന്നിട്ടുണ്ട്. ഡ്രൈവർ സൈഡിൽ ആ ഒരു മിറർ വന്നിട്ടില്ല. പിന്നെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇത് ലൈറ്റിൻ്റെ സ്വിച്ചാണ്. പിന്നെ ഇത് ഈ വണ്ടിക്ക് സൺറൂഫ് വന്നിട്ടുണ്ട്. സോ ആ സൺറൂഫിൻ്റെ സ്വിച്ചാണത്. സൺറൂഫ് ജസ്റ്റ് സിംഗിൾ പാനൽ സൺറൂഫാണ്, പനോരമിക് സൺറൂഫ് ഒന്നുമല്ല, സിംഗിൾ പാനൽ സൺറൂഫാണ്. സോ അതിൻ്റെ ആ ഒരു സ്വിച്ച് ആണ് അവിടെ വന്നിട്ടുള്ളത്. ജസ്റ്റ് ഒരു സിംഗിൾ ക്ലിക്കിൽ തന്നെ അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ആ ഒരു സിംഗിൾ ക്ലിക്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആവില്ല. ഞാൻ പറയാം, കുറച്ചും കൂടി ഒന്ന് ഓപ്പൺ ആവാനുണ്ട്. ജസ്റ്റ് ഒന്ന് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആവും. സിംഗിൾ ക്ലിക്കിൽ തന്നെ അത് ക്ലോസ് ആവുകയും ചെയ്യും. മുന്നിലേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ലക്ഷറി ഫീൽ, അതായത് ചെറിയൊരു അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ ഒട്ടും എന്താ പറയുക മോശമായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. എല്ലാം നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഹ്യുണ്ടായി. വണ്ടി ഓടിക്കുമ്പോൾ ആദ്യം പറയാനുള്ളത് ഈ ഒരു റൈഡിങ് പൊസിഷനെ പറ്റിയിട്ടാണ്. അത്യാവശ്യം നല്ലൊരു ഉയർന്ന സീറ്റിംഗ് പൊസിഷൻ നമുക്ക് ഈ വണ്ടിയുടെ ഭാഗത്തുനിന്നുണ്ട്. സോ നല്ല വിസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ വണ്ടി ഓടിക്കുമ്പോൾ പോസിറ്റീവായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. നല്ല വിസിബിലിറ്റി ഉണ്ട്. അത്യാവശ്യം നല്ല ഉയരത്തിലാണ് ഇരിക്കുന്നത്. സോ നല്ലൊരു റൈഡിങ് പൊസിഷൻ ഉണ്ട്. പിന്നെ കംഫർട്ടാണെങ്കിലും നല്ല രീതിയിൽ സീറ്റിൻ്റെ ഭാഗത്തുനിന്നാണെങ്കിലൊക്കെ നല്ല കംഫർട്ട് വണ്ടിയുടെ ഭാഗത്തുനിന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, ഒരു ക്യൂട്ട് സ്റ്റിയറിംഗ് വീലാണ്. നല്ലൊരു ഫീല് തരുന്നൊരു സ്റ്റിയറിംഗ് വീലാണ്. എല്ലാ കൺട്രോൾസും സ്റ്റിയറിംഗ് വീലിലുണ്ട്. പിന്നെ അത്യാവശ്യം ഒരു ഫ്ലാറ്റ് ബോട്ടം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീല്. സോ അങ്ങനെ ഒരു നല്ല ലെതർ ഫിനിഷ്ഡ് ആയിട്ടുള്ള നല്ലൊരു സ്റ്റിയറിംഗ് വീലാണ് ഈ വണ്ടി കൊടുത്തിട്ടുള്ളത്. സോ ഭയങ്കര ഈസിയാണ്. അതായത് നമുക്ക് ഈ ഒരു വലിയ സ്റ്റിയറിംഗ് വീലോ അങ്ങനെയൊന്നുമല്ല, അത്യാവശ്യം നല്ലൊരു ഫീല് തരുന്ന സ്റ്റിയറിംഗ് വീലാണ് വണ്ടി കൊടുത്തിട്ടുള്ളത്. വണ്ടിയുടെ പവറിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിൻ തന്നെയാണ് ഈ വണ്ടി കൊടുത്തിട്ടുള്ളത്. വെന്യൂവിന് മെയിനായിട്ട് 3 എഞ്ചിൻ ഓപ്ഷൻസാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനും 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനും പിന്നെ ഒരു 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനും. അതിൽ ഏറ്റവും ഫണ്ണായിട്ടുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള 1 ലിറ്റർ ടർബോ എഞ്ചിനാണ് നമ്മുടെ വണ്ടി. ഇത് ഓടിക്കാൻ ഏറ്റവും ഫണ്ണും പവർഫുള്ളായിട്ടുള്ള എഞ്ചിൻ എന്ന് പറയുന്നത് 1 ലിറ്റർ ടർബോ എഞ്ചിൻ തന്നെയാണ്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. ഇത് കുറച്ച് വില കുറവുണ്ടെന്നുള്ളതിൽ. സോ അതുകൊണ്ടായിരിക്കും കുറച്ചധികം കൂടുതൽ വിറ്റ് പോകുന്നത്. വെന്യൂവിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. അതിന് ശേഷം 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനും. ഏറ്റവും കുറവ് വിറ്റ് പോകുന്നത് ഈ ഒരു 1 ലിറ്റർ ടർബോ എഞ്ചിനാണ്. കാരണം കുറച്ചും കൂടി പ്രൈസ് കൂടുതലുള്ളതുകൊണ്ടായിരിക്കാം മേ ബി ഈ വണ്ടി കൂടുതൽ പേര് ഓപ്റ്റ് ചെയ്യാത്തത്. പക്ഷേ ഏറ്റവും ഫണ്ണായിട്ടും പവർഫുള്ളായിട്ട് ഓടിക്കാൻ പറ്റിയ എഞ്ചിൻ ഈ വണ്ടി തന്നെയാണ്. മറ്റെഞ്ചിൻ മോശമാണെന്നല്ല, കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത് ഈ ഒരു 1 ലിറ്റർ ടർബോ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതൊരു ഭയങ്കര കോമ്പാറ്റബിൾ സൈസാണ്. സോ നമുക്ക് കുറച്ചും കൂടി ഈസി ടു യൂസ് ആണ് വണ്ടി. ഒരു വലിയ വണ്ടി ഓടിക്കുന്ന ഫീൽ അങ്ങനെയൊന്നുമില്ല. അത്യാവശ്യം നല്ല കോമ്പാക്ട് സൈസ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര രസമാണ് വണ്ടി ഓടിക്കാനായിട്ട്. കംപ്ലീറ്റ്ലി ഫണ്ണാണ് വണ്ടി. നല്ല രസമുണ്ട്, എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അത്യാവശ്യം നല്ല പവർഫുള്ളാണ്. സോ ലുക്ക് വൈസ് ആണെങ്കിലും ബെറ്ററാണ്. സോ അത്യാവശ്യം നല്ല മീൻസ് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഈ വണ്ടി. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഹ്യുണ്ടായുടെ ഞാൻ പറയില്ല ഏറ്റവും അധികം വിറ്റ് പോകുന്ന ഒരു വണ്ടികളിലൊന്നാണ് വെന്യൂ. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഇത്രയും സെയില് നടക്കുന്നത്. ഹ്യുണ്ടായുടെ ഇത്രയും സെയില് നടക്കുന്ന ഒരു വണ്ടി ആയതുകൊണ്ട് തന്നെ വെന്യൂവിലൊരു ഫേസ് ലിഫ്റ്റ് അല്ലെങ്കിൽ ഒരു ചേഞ്ച് വരുത്തിയ സമയത്ത് അവരൊരുപാട് കോൺഷ്യസ് ആയിരിക്കണം. കാരണം ഒരു ഇത്രയും സെയിൽ നടക്കുന്ന ഒരു വണ്ടി അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് ഒരുപാട് എത്തിപ്പെട്ടൊരു വണ്ടി പിന്നീട് ഒരു ചേഞ്ച് വരുത്തുമ്പോൾ മോശമല്ലാത്ത ചേഞ്ച് വരുത്തേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. സോ അവരത്രയും കോൺഷ്യസ് ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം നല്ല രീതിയിലുള്ള ചേഞ്ചസ്, അതായത് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് മാത്രമേ ഈ വണ്ടിയിൽ വന്നിട്ടുള്ളൂ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്.
പിന്നെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് 6 എയർ ബാഗുകൾ കൊടുത്തിട്ടുണ്ട്. അത് ടോപ്പ് വേരിയൻറ്റിൽ മാത്രമല്ല എല്ലാ വേരിയൻറ്റുകളിലും 6 എയർ ബാഗുകൾ കൊടുത്തിട്ടുണ്ട് ബേസിക്കായിട്ട്. അത് മുന്നിൽ 2 പിന്നിൽ 2 പിന്നെ വശങ്ങളിലായിട്ട് 2 അങ്ങനെയാണ് 6 എയർ ബാഗുകൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ മറ്റൊരു സേഫ്റ്റി ഫീച്ചറായിട്ട് ADAS ഫീച്ചറും വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സെൻസറാണ് അതിൻ്റെ ഒരു ക്യാമറയാണ് നമ്മൾ മുന്നിൽ നേരത്തെ കണ്ടത്. അതായത് ഈ ഒരു ലൈൻ ചേഞ്ചിങ് അസിസ്റ്റും പിന്നെ ഓട്ടോമാറ്റിക് ബ്രേക്കിങ്ങും അതാണ് ഈ ഇതിലുള്ള ഫീച്ചറായിട്ട് വന്നിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഞാൻ ഒരിക്കലും അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് വണ്ടി ഓടിക്കാമെന്ന് പറയില്ല. അതിൻ്റെ ആ ഒരു അതായത് നമ്മൾ ഈ ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ ആ ഒരു സൗണ്ടാണ് നമ്മൾ ഈ ഒരു ബീപ്പ് സൗണ്ടാണ് നിങ്ങളിപ്പോൾ കേട്ടത്. നിങ്ങൾ കേട്ടോന്ന് എനിക്കറിയില്ല. ആ ഒരു ബീപ്പ് സൗണ്ടാണ് ഇപ്പോൾ കേട്ടത്. അതായത് അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനെ മാത്രം ട്രസ്റ്റ് ചെയ്ത് വണ്ടി ഓടിക്കാൻ ഒരിക്കലും പറയില്ല. കാരണം അതിൽ ഇലക്ട്രോണിക് ഫീച്ചറാണ്. മേ ബി ഒരു ഫെയിലിയർ ഉണ്ടാവും. സോ അത് ജസ്റ്റ് ഒരു ഫീച്ചറായിട്ട് ഇരിക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. ഇടയ്ക്ക് അതുകൊണ്ട് യൂസ്ഫുൾ ആവും മാത്രമല്ല. അതെ എപ്പോഴും നമ്മൾ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ആ ഒരു ഇതിൽ തന്നെയാണ് പോകുന്നത്. ഞാൻ സ്റ്റിയറിംഗ് കൈ തൊട്ടിട്ടില്ല. പിന്നെ സ്റ്റിയറിംഗിൽ ഞാൻ ഒരിക്കലും സ്റ്റിയറിംഗിൽ നിന്ന് കൈ എടുക്കാൻ സജസ്റ്റ് ചെയ്യില്ല. സ്റ്റിയറിംഗിൽ എപ്പോഴും നിങ്ങളൊരു കൈ വെക്കുക. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ ഓട്ടോമാറ്റിക്കായിട്ടാണ് വണ്ടി തിരിയുക. കണ്ടോ പെട്ടെന്ന് അത് കട്ടായി. പിന്നെ വണ്ടി ഇപ്പോൾ വീണ്ടും അതായത് നമുക്ക് ആ ഒരു ഇഗ്നീഷൻ ഇവിടെ കാണാം. അതായത് അത് ആക്റ്റീവ് ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്രീൻ ലൈറ്റ് കത്തും. സോ നമ്മളത് ജസ്റ്റ് കൈ വെച്ചേക്കുക, പെട്ടെന്നായിരിക്കും. ഇപ്പോൾ ഓട്ടോമാറ്റിക്കാണ്. പക്ഷേ പെട്ടെന്നായിരിക്കും ഇതൊന്ന് കട്ട് ഓഫ് ആവുക. ആ സമയത്ത് നിങ്ങളുടെ കൈ സ്റ്റിയറിംഗിൽ ഉണ്ടാവണം. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വണ്ടി ഒന്ന് പാളിപ്പോവാനോ അല്ലെങ്കിൽ സൈഡിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. കണ്ടു ഇപ്പോൾ അവിടെ തന്നെ കാണിക്കുന്നുണ്ട് കീപ്സ് ഹാൻഡ് ഓൺ സ്റ്റിയറിംഗ് വീൽ എന്നുള്ളത്. സോ അങ്ങനെ നമ്മളെപ്പോഴും സ്റ്റിയറിംഗ് വീലിലൊരു കൈ വെച്ചേക്കുക. കാരണം എങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷനിൽ പെട്ടെന്ന് അതൊന്ന് ഓഫായി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക. എൻ്റെ വാണിംഗ് വന്നിരുന്നത് അതായത് കൈ എപ്പോഴും സ്റ്റിയറിംഗിൽ വെക്കുക എന്നുള്ളൊരു വാണിംഗ് വന്നു. ജസ്റ്റ് നമുക്കത് ഓഫ് ചെയ്ത് നോക്കാം. അതായത് ഇതിന് ഞെക്കി കഴിഞ്ഞാൽ അത് ഓഫാവും. പക്ഷേ ആ ലൈൻ ചേഞ്ചിങ്ങിൻ്റെ അതായത് ആ ഒരു ADAS ഫീച്ചർ എപ്പോഴും നമുക്കത് ഇതിൽ ഓഫ് ചെയ്യാൻ പറ്റും. സെറ്റിങ്സിൽ പോയാൽ അത് ഓഫ് ചെയ്ത് വെച്ചാൽ പിന്നെ അതിൻ്റെ വാണിംഗ് ഒന്നുമില്ല. അതായത് ആ ബീപ്പ് സൗണ്ട് ഒന്നും വരില്ല. അതല്ല ഓൺ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും അതിൻ്റെ ഒരു നമ്മൾ ആ ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് എന്തായാലും വന്നുകൊണ്ടേയിരിക്കും. അതൊരു നല്ല ഫീച്ചറാണ്. അതെപ്പോഴും ഓണാക്കിയിടാൻ തന്നെ സജസ്റ്റ് ചെയ്യുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മളെങ്ങനെ ലൈൻ കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബീപ്പ് സൗണ്ട് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി കോൺഷ്യസ് ആയിട്ടിരിക്കും. സോ അതൊരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. പിന്നെ മറ്റു ഫീച്ചറായിട്ട് ക്രൂയിസ് കൺട്രോൾ വന്നിട്ടുണ്ട് ഈ വണ്ടിയിൽ. അതും നല്ലൊരു ഫീച്ചർ തന്നെയാണ്. പിന്നെ കാറുകളിൽ മെയിനായിട്ട് കണ്ടുവരുന്നൊരു ഫീച്ചർ തന്നെയാണത്. പിന്നെ വോയിസ് കൺട്രോൾ വന്നിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ച് തരാം. ജസ്റ്റ് ഈ ഒരു സ്വിച്ച് അമർത്താം. ഓപ്പൺ സൺറൂഫ്. ഇപ്പോൾ സൺറൂഫ് ഓപ്പൺ ആകുന്നുണ്ട്. വീണ്ടും നമുക്ക് ആ സ്വിച്ചിലേക്ക് കഴിഞ്ഞാൽ ക്ലോസ് സൺറൂഫ്. സൺറൂഫ് ക്ലോസ് ആവുന്നുണ്ട്. സോ അങ്ങനെ വോയിസ് കൺട്രോൾ ഈ വണ്ടിയിൽ വന്നിട്ടുണ്ട്. അതും ഏത് ക്രൂയിസ് കൺട്രോളും വോയിസ് കൺട്രോളെല്ലാം ടോപ്പ് വേരിയൻ്റ് അതായത് ബേസ് വേരിയൻറ്റിൽ വരാത്ത ഫീച്ചേഴ്സാണ് അതെല്ലാം. പിന്നെ മറ്റ് AC അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം മറ്റു വണ്ടികളെ പോലെ തന്നെ അത്യാവശ്യം നല്ല ഫാസ്റ്റ് കൂളിംഗ് ആയിട്ടുള്ള AC ആണ്. അത് പിന്നിലേക്കാണെങ്കിലും പിന്നിൽ ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. പിൻ സീറ്റിലേക്കും AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. സോ അത് അത്യാവശ്യം നല്ല കൂളിംഗ് ആയിട്ടുള്ള AC തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതൊരു കംപ്ലീറ്റ് റിവ്യൂ ആയിട്ട് നിങ്ങൾ കാണണ്ട. കാരണം എനിക്ക് വണ്ടി കിട്ടിയിട്ടൊരു 3 ദിവസം 4 ദിവസം ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 350 കിലോമീറ്റർ അടുത്തേ ഓടിച്ചിട്ടുള്ളൂ. പിന്നെ ആകെ ഞാൻ കഴിഞ്ഞ ദിവസം വണ്ടി കിട്ടിയിട്ടൊരു ഗുരുവായൂർ വരുന്നു. ഒരു 200 കിലോമീറ്ററിനടുത്താണ് ഡബിൾ സൈഡ് വരിക. അതുമാത്രമേ ഞാൻ അയച്ച് ലോങ് ആയിട്ട് ഓടിച്ചിട്ടുള്ളൂ. സോ ഒരു കംപ്ലീറ്റ് റിവ്യൂ ഞാൻ കുറച്ചും കൂടി ഒന്ന് യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് റിവ്യൂ ഇടാം. ഇപ്പോൾ ഒരു കംപ്ലീറ്റ് റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു ജസ്റ്റ് ഒരു ഫസ്റ്റ് റൈഡ് ഇംപ്രഷനായിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കോമ്പാക്ട് സൈസ് കാരണം തന്നെ നല്ലൊരു ഇപ്പോൾ U-turn ഒക്കെ എടുക്കാനാണെങ്കിലും ഭയങ്കര എളുപ്പമാണ്. ഒരുപാട് സ്പേസ് ഒന്നും വേണ്ട. സിമ്പിളായിട്ട് തന്നെ വീശി U-turn എടുക്കാം. അതൊക്കെ ഭയങ്കര ഒരു സൈസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് അതെല്ലാം. പിന്നെ ഇതിൻ്റെ ഒരു ഗിയർ ബോക്സിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഭയങ്കര സ്മൂത്താണ്. ഭയങ്കര ലീനിയർ ഭയങ്കര സ്മൂത്തായുള്ള ഗിയർ ബോക്സാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സാണ് ഈ വണ്ടി കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ തന്നെ DCT ഉണ്ട്. പിന്നെ IMT ഉണ്ട്. IMT മീൻസ് ആ ഒരു ക്ലച്ച് ഇല്ലാത്ത മാനുവൽ ട്രാൻസ്മിഷൻ, അതാണ് IMT. പിന്നെ DCT ആണെങ്കിലും ഡബിൾ ക്ലച്ച് ട്രാൻസ്മിഷൻ, അതും അവൈലബിൾ ആണ് ഈ 1 ലിറ്റർ ടർബോ എഞ്ചിന്. പിന്നെ ഞാനൊരു ഫുൾ ഓപ്ഷൻ വണ്ടി എടുക്കാനുള്ള കാരണം, അതായത് ടോപ്പ് വേരിയൻ്റ് എടുക്കാനുള്ള കാരണം, ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഇതിന് മുന്നേ ഞാൻ പഞ്ച് എടുത്തപ്പോൾ ബേസ് വേരിയൻറ്റിന് തൊട്ട് മുകളിലുള്ള ആ ഒരു വേരിയൻ്റാണ് എടുത്തത്.
സോ അതിനകത്ത് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടായിരുന്നില്ല. സോ എനിക്ക് അതായത് ഒരു വണ്ടി എടുക്കുമ്പോൾ ആ വണ്ടി നമുക്ക് ഫീൽ ചെയ്താൽ വണ്ടിയെ പറ്റി കൂടുതൽ അറിയണം, അല്ലെങ്കിൽ ആ വണ്ടിയെ പറ്റി ഒന്ന് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോപ്പ് വേരിയൻ്റ് തന്നെ എടുക്കണം. കാരണം എല്ലാ ഫീച്ചേഴ്സും ഉണ്ടെങ്കിലേ നമുക്ക് ആ ഒരു വണ്ടിയുടെ ആ ഒരു ഫീൽ കിട്ടുള്ളൂ. സോ അന്ന് എനിക്കത് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇന്ന് വണ്ടി എടുത്തപ്പോൾ, അതായത് പഞ്ചിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഒരു ഫുൾ ഓപ്ഷൻ ടോപ്പ് വേരിയൻ്റ് വണ്ടി എടുക്കാനുള്ള കാരണം. സോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പിന്നെ നമ്മൾ എടുത്തിട്ട്, അതായത് ബേസ് വേരിയൻ്റ് എടുത്തിട്ട് പിന്നെ നമ്മൾ വീണ്ടും പൈസ കൊടുത്തിട്ട് ഒരു അപ്ഡേഷൻ നടത്തേണ്ടി വരും. പക്ഷെ അപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയി. ഇതാകുമ്പോൾ ഫിനാൻസ് ആണെങ്കിൽ പോലും നമുക്ക് ആ ഒരു അത് അടഞ്ഞു പൊക്കോളും എന്നുള്ളൊരു കാര്യമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പൈസ എടുത്തിട്ട് വീണ്ടും വണ്ടി പണിയേണ്ട ഇത് വരും, പിന്നെ ഞാൻ അതിൻ്റെ പുറകെ നടക്കണം. ഇതാകുമ്പോൾ അത്രയും പ്രശ്നങ്ങളില്ല. നമുക്ക് ടോപ്പായിട്ട്, അതായത് ടോപ്പ് വേരിയൻ്റ് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സുമായിട്ട് തന്നെ, ഫീച്ചേഴ്സ് ലോഡറായിട്ട് തന്നെ നമുക്ക് വണ്ടി കയ്യിലേക്ക് കിട്ടും. സോ ബാക്കി വേറെ അതിൻ്റെ പുറകെ നടക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. വണ്ടി എടുക്കാൻ, ഇങ്ങനെ ഒരു വണ്ടി എടുക്കാൻ ആലോചിച്ചപ്പോൾ തൊട്ട് ആഗ്രഹിച്ചൊരു കാര്യമാണ് ഒരു സൺറൂഫുള്ള വണ്ടി എടുക്കണം എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എന്നെ പോലെ തന്നെ ഏതൊരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കും ഒരാഗ്രഹം ഉണ്ടാകും ഒരു സൺറൂഫുള്ള വണ്ടി എന്നുള്ളത്. കാരണം എൻ്റെ ഒരു കാര്യം പറയാം, ചെറുപ്പം മുതലേ ഞാൻ ഈ ഒരു ടൂർ പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അത് ചെറുപ്പത്തിലെ ഒരുപാട് പേര് ഈ സൺറൂഫുള്ള വണ്ടിയിലേക്ക് സൺറൂഫിലൊക്കെ കയറി, കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഇങ്ങനെ സൺറൂഫിൻ്റെ മുകളിലേക്ക് ഇരുന്ന് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഇവരുടെയൊക്കെ ഒരു ഭാഗ്യം, പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനത്തെ വണ്ടിയൊക്കെ ഉണ്ടായി. നമ്മളന്ന് അങ്ങനെ ചിന്തിക്കുള്ളൂ. സോ അന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല ഒരിക്കലും എനിക്കിങ്ങനെ ഒരു സൺറൂഫുള്ള വണ്ടി എടുക്കാൻ പറ്റും എന്ന് തോന്നുന്നു. കാരണം അന്ന് ചെറുപ്പത്തിൽ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല. അന്ന് നമ്മൾ ചിന്തിക്കുന്നത് പൈസ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെയൊക്കെ ഒരു ഭാഗ്യം, അങ്ങനെയാണ് ചിന്തിക്കുക. സോ ഇന്ന് എനിക്കിന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം എനിക്കിന്ന് ഞാൻ ഓടിക്കുന്നതല്ല, എൻ്റെ വണ്ടി സൺറൂഫുള്ളൊരു വണ്ടിയാണ്. സോ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, സൺറൂഫുള്ളൊരു വണ്ടി തന്നെ എടുക്കണം എന്നുള്ളത്. അത് ചിലപ്പോൾ ഒരു കുഞ്ഞാഗ്രഹമാണ്. അപ്പോൾ ഏതൊരു മിഡിൽ ക്ലാസ് ആളുകളുടെയും ഒരു ആഗ്രഹമായിരിക്കും അത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇങ്ങനെ, ഞാൻ പറയാം, എനിക്ക് ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫിനാൻസ് ആണെങ്കിൽ പോലും, ഒബ്വിയസ്ലി ഫിനാൻസ് ആണ്, സോ അതിൻ്റെ ഫിനാൻസ് ആണെങ്കിൽ പോലും നമുക്കത് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് കഷ്ടപ്പെട്ടാൽ മാത്രം മതി. സോ പണ്ടത്തെ നമ്മുടെ ആ ആഗ്രഹം സാധിക്കാനായിട്ട് നമ്മളെ കൊണ്ട് ഇപ്പോൾ പറ്റും. ഞാൻ പറഞ്ഞ പോലെ കുറച്ചൊരു ഹാർഡ് വർക്ക് ചെയ്യുക, നമ്മളെ കൊണ്ട് എത്താൻ പറ്റും. പിന്നെ എനിക്ക് സൺറൂഫിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്, ഞാൻ പലപ്പോഴും റോഡുകളിൽ കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ സ്ലോവിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സമയത്തല്ല, അല്ലാണ്ട് തന്നെ മെയിൻ റോഡുകളിലൂടെ സ്പീഡിൽ കുട്ടികളെ വെച്ചിട്ട് സൺറൂഫിൽ നിർത്തി പോകുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതൊരിക്കലും ഒരു ബെറ്റർ ഐഡിയ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എപ്പോഴായിരുന്നു നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻ, ബ്രേക്കിംഗ് സിറ്റുവേഷൻ വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് പെട്ടെന്ന് ഒരാൾ വട്ടം ചാടുകയോ അല്ലെങ്കിൽ ഒരു വണ്ടി വട്ടം വരികയോ അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് ടേൺ ചെയ്യേണ്ട ആവശ്യം വരിക, അത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരിക്കലും ഒരു കാര്യം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, എപ്പോഴാണ് എന്താണ് സംഭവിക്കുന്നതെന്ന്. സോ അപ്പോൾ ഒരു കുട്ടിയെ മുകളിൽ നിർത്തിയിട്ട് പെട്ടെന്ന് ഒരു എമർജൻസി ബ്രേക്കിംഗ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്പീഡിലാണ് പോകുന്നുണ്ടെങ്കിൽ, ഒന്നില്ലാന്നുണ്ടെങ്കിൽ കുട്ടിയുടെ മുഖം പോയി മുകളിൽ റൂഫിലിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് തെറിച്ച് വീഴുകയോ, അങ്ങനെ പല ചാൻസുകളുണ്ട്. സോ ഒരിക്കലും നമ്മൾ സ്പീഡിൽ പോകുന്ന സമയത്ത് മുതിർന്നവരാണെങ്കിലും കുട്ടികളാണെങ്കിലും സൺറൂഫിൽ നിൽക്കാതിരിക്കുക. കാരണം അതൊരു ജസ്റ്റ് ഒരു ടിപ്പായിട്ട് കണ്ടാൽ മതി. കാരണം എന്താ വെച്ചാൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് റോഡിലൊക്കെ ഇങ്ങനെ കുട്ടികളെ വെച്ചിട്ട് പോകുന്നത്. അപ്പോൾ അതൊരിക്കലും സജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. സ്ലോവിൽ പോകുമ്പോഴാണ് ഇറ്റ്സ് ഓക്കെ, കാരണം സൺറൂഫാണ്, നമുക്ക് കയറിയിരിക്കാം. ഇപ്പം എല്ലാവർക്കും സൺറൂഫ് ഉള്ളത് ഇങ്ങനെ കയറി നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷേ സ്ലോയിൽ പോകുമ്പോൾ ഉള്ള കാര്യമല്ല, നമ്മൾ സ്പീഡിൽ പോകുന്ന സമയത്ത് നമുക്കൊരിക്കലും അത് സജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. പിന്നെ വണ്ടിയുടെ ഒരു കംപ്ലീറ്റ് പെർഫോമൻസിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണ്. പക്ഷേ കാല് കൊടുത്താൽ ഉടനെ ചാടി കയറി പോവുക അങ്ങനത്തെ ഒരു ഫീലല്ല. കുറച്ച് ലാഗാണ്, പക്ഷേ പവർഫുള്ളാണ്. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ കിഡിലം ബ്രേക്സാണ്. അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് കൊടുത്തിട്ടുണ്ട് വണ്ടിക്ക്. പിന്നെ സസ്പെൻഷൻ ആണെങ്കിലും അടിപൊളി സസ്പെൻഷനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ടയറാണെങ്കിലും വൈഡ് ടയേഴ്സാണ്. സോ നമ്മളങ്ങനെ ഒരു ചെറിയ കുഴിയിലോ അല്ലെങ്കിൽ ഹമ്പിലോ ഒന്നും വീഴുമ്പോൾ അങ്ങനെ ഒരു നമ്മുടെ ബോഡിയെ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ മീൻസ് അങ്ങനെ ബാധിക്കുന്ന ഒരു ഫീലൊന്നുമില്ല. സോ നല്ല സസ്പെൻഷനും നല്ല വൈഡായിട്ടുള്ള ടയേഴ്സുമാണ്. അതൊക്കെ നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ അത്യാവശ്യം ഒരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് വെന്യൂ. കാരണം മാക്സിമം 5 പേർക്കാണെങ്കിലും വലിയ കുഴപ്പമില്ലാണ്ട് തന്നെ യാത്ര ചെയ്യും. അത് ഒരുപാട് സൈസുള്ള ആളുകളല്ല, അത്യാവശ്യം ഒരു മീഡിയം സൈസുള്ള 5 പേർക്ക് നല്ല രീതിയിൽ ട്രാവൽ ചെയ്യാൻ പറ്റിയൊരു വണ്ടി തന്നെയാണ്. ലോങ് ഡ്രൈവിനാണെങ്കിലും ഷോർട്ട് ഡ്രൈവ് ആണെങ്കിലും സിറ്റി യൂസ് എങ്ങനെയാണെങ്കിലും നമുക്ക് സുഖമാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു കോമ്പാക്ട് സൈസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് സിറ്റി യൂസ് ആണെങ്കിലും വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് യൂസ് ചെയ്യാം. പിന്നെ ഹൈവേസ് ആണെങ്കിലും നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു വണ്ടി തന്നെയാണ് ഹ്യുണ്ടായി വെന്യൂ. അതായത് ഒരു ഫാമിലി കാർ മാത്രമല്ല, ഒരു എന്താ പറയുക, ഒരു ചെറുപ്പക്കാരൻ അടിച്ചുപൊളിച്ച് നടക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഫീലിനാണെങ്കിലും
നല്ല ഞാൻ പറയുന്നത് മീൻസ് ലുക്സ് ഉണ്ട്, പവർ ഉണ്ട്, എല്ലാ ഫീച്ചേഴ്സ് ലോഡറാണ്. സോ അങ്ങനെ നമുക്ക് ആർക്ക് വേണമെങ്കിലും കൊണ്ടുനടക്കാൻ പറ്റിയൊരു വണ്ടി തന്നെയാണ്. ഇനി ഇതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് എനിക്കിപ്പോൾ ഏകദേശം ഫസ്റ്റ് സർവീസ് ഒന്നും കഴിഞ്ഞിട്ടില്ല, ഒരു സർവീസും കഴിഞ്ഞിട്ടില്ല. എനിക്കിപ്പോൾ കിട്ടുന്നത് ഒരു 12 to 14 അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ ഹൈവേയിൽ ക്രൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് മീറ്റർ കൺസോളിൽ കാണിച്ചത് 18 വരെ കാണിച്ചിരുന്നു. അതായത് 18 വരെയാണ് എനിക്ക് ഇപ്പോൾ ടോപ്പായിട്ട് കാണിച്ചത്. അത്രയും കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, മീൻസ് എക്സാക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. അത് കാണിച്ചത് എക്സാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ 18 വരെ കിട്ടിയിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു, ഞാൻ ചെക്ക് ചെയ്തിട്ടൊന്നുമില്ല, എന്നാലും ഏകദേശം ഒരു 12, 13, 14 ആ ഒരു റേഞ്ചിൽ എനിക്ക് എന്തായാലും മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ അത് ഒരു പെട്രോൾ എഞ്ചിനെ സംബന്ധിച്ച് എനിക്കതൊരു കുറവായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഈ വണ്ടിയിലെ കാര്യമൊക്കെ നോക്കണമെന്ന് വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത്യാവശ്യം എല്ലാവർക്കും കൊണ്ടു നടക്കാൻ പറ്റിയ രീതിയിലുള്ളൊരു വണ്ടി തന്നെയാണ് ഹ്യുണ്ടായി വെന്യൂ. അതായത് ഏതൊരു പ്രായക്കാർക്കും ഒരേപോലെ കൊണ്ടു നടക്കാൻ പറ്റും. ഇത് അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഫാമിലി കാറാണ്, സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. പിന്നെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ലോഡറാണ്. അതായത് 6 എയർ ബാഗ്സ്, അഡാസ് ഫീച്ചർ, പിന്നെ വയർലെസ് ചാർജിങ്, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ സീറ്റ്സ്, ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. സോ അത്യാവശ്യം ഫീച്ചേഴ്സ് ലോഡറായിട്ടുള്ളൊരു വണ്ടി. പിന്നെ പ്രൈസിൻ്റെ കാര്യം നോക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു വണ്ടിക്ക് മോശമല്ലാത്തൊരു പ്രൈസ് തന്നെയാണ് ഈ വണ്ടി കൊടുത്തിട്ടുള്ളത്. ഏകദേശം ടോപ്പ് വേരിയൻറ്റിന് 15 ലക്ഷം അല്ലെങ്കിൽ 16 ലക്ഷത്തിനടുത്താണ് ഈ വണ്ടിക്ക് വില വരുന്നത്. സോ ഈ ഒരു സെഗ്മെൻറ്റിൽ ടോപ്പ് വേരിയൻ്റ് എന്നുള്ളൊരു സ്ഥിതിക്ക് അത്രയും എന്താ പറയുക, ഒരു മോശമല്ലാത്തൊരു പ്രൈസ് തന്നെ പറയാൻ പറ്റുള്ളൂ. പിന്നെ അതൊരു വാല്യൂ ഫോർ മണി ആണെന്ന് ചോദിച്ചാൽ ഒരു, ഞാൻ പറഞ്ഞ പോലെ 15 അല്ലെങ്കിൽ 16 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒരിക്കലും ചെറിയ എമൗണ്ട് അല്ല. പിന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു ഇത്രയും ഫീച്ചേഴ്സ് വെച്ച് നോക്കുമ്പോൾ വാല്യൂ ഫോർ മണി ആണെന്ന് വെച്ചാൽ കൺഫ്യൂസ്ഡ് ആണ്. പക്ഷേ കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് തന്നെയാണ്. നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുറഞ്ഞ വേരിയൻറ്റുകൾ നോക്കാവുന്നതാണ്. പിന്നെ എഞ്ചിൻ ഓപ്ഷൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇതിനും കുറഞ്ഞ എഞ്ചിൻ ഓപ്ഷനുകളുണ്ട്. 1.5 ലിറ്റർ ഡീസൽ ഉണ്ട്, പിന്നെ 1.2 ലിറ്റർ പെട്രോൾ തന്നെയുണ്ട്. സോ നിങ്ങൾക്ക് അതിലേക്ക് നോക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 9 lakh തൊട്ടിട്ട് 16 ലക്ഷം വരെയാണ് ഇതിൻ്റെ ഒരു ടോപ്പ് വേരിയൻ്റ്. ആ ഒരു റേഞ്ച് അതിനിടയിലാണ് ഇതിൻ്റെ വേരിയൻസിൻ്റെ റേറ്റ് നിൽക്കുന്നത്. ഇതിൻ്റെ സർവീസ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഫസ്റ്റ് സർവീസ് 1000 കിലോമീറ്റേഴ്സിലാണ്, പിന്നെ എല്ലാം വൺസ് ഇൻ 10,000-ലാണ്. അതിൽ 3 സർവീസ് ഫ്രീ സർവീസാണ്, പിന്നീടെല്ലാം പെയ്ഡ് ആയിരിക്കും. അതിൽ ഫസ്റ്റ് സർവീസിൽ വലിയ എമൗണ്ട് വരുന്നില്ല. സെക്കൻഡ് സർവീസിൽ ഓയിൽ ചേഞ്ച് കാര്യങ്ങൾ വരുന്നതുകൊണ്ട് ഒരു അറൗണ്ട് ഒരു 4,000-3,000 അടുത്താണ് വരുന്നതാണ് ഞാൻ അറിഞ്ഞത്. ബാക്കിയെല്ലാം ഞാൻ സർവീസിന് ശേഷം പറയാം. ഇതൊരു, ഞാൻ പറഞ്ഞ പോലെ ഒരു ഫസ്റ്റ് റൈഡ് ഇംപ്രഷനായിട്ട് മാത്രം കണ്ടാൽ മതി. ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ, പിന്നെ ഇതിന് ഞാൻ ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവോ അല്ലെങ്കിൽ പോസിറ്റീവോ ഉള്ളതെല്ലാം ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വണ്ടിയെ പറ്റി എന്തെങ്കിലും ചോദിക്കാനോ അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഒരു പേഴ്സണൽ മെസ്സേജ് അയക്കാം. ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ എന്തായാലും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.